ಹಲೋ ವಿವೇಸ್, ನಮ್ಮ ಮಂಗಳೂರು ನಿಮ್ಮ ಆಂಟಿ ಗೋಲ್ಡ್ ಇವತ್ತು ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಒಳ್ಳೆ ಡಿಸೈನ್ ಸಾಧನ ತೋರಿಸ್ತದೆ. ಯಾವುದು ಡಿಸೈನ್ ಸಾಧನ? ಇವತ್ತು ನಾವು ಆಂಟಿಕ್ ರಿಂಗ್ಸ್ ತಂದಿದ್ದೇವೆ. ಹೌದು, ಮತ್ತೆ ಇವತ್ತು ಗೋಲ್ಡ್ ರೇಟ್ ಸ್ವಲ್ಪ ಕಡಿಮೆ ಆಯಿತು. ಯಾಕೆ ಇವತ್ತು ರೇಟ್ ಕಡಿಮೆ ಆಯ್ತಂತ? ಇವತ್ತು ಸ್ವಲ್ಪ ಯುದ್ಧ ಸ್ವಲ್ಪ ಕಡಿಮೆ ಆಯಿತು ಆಗಿದೆ ಅದಕ್ಕೆ. ಅಲ್ವಾ? അപ്പോൾ യുദ്ധം ഫുള്ളായിട്ട് കുറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ റേറ്റ് കുറയും. ഇൻഷാല്ല കുറയട്ടെ അല്ലേ? ಹೌದು ಗೋಲ್ಡಿನ ರೇಟ್ കുറഞ്ഞെങ്കിൽ സാധാരണക്കാർക്ക് ಅದು ಯೂಸ್ ಆகும் ಹೌದು. ಅಲ್ವಾ? ಇದೊಂದು ಕನ್ನಡ പറഞ്ഞു ಹುಡುಗ. ಯುದ್ಧ ಸ್ವಲ್ಪ ಕಮ್ಮಿ ಆದ್ರೆ ಗೋಲ್ಡ್ ರೇಟ್ ಕೂಡ ಕಮ್ಮಿ ಆಗ್ತದೆ ಅಂತ. ಹೌದು. അപ്പോൾ ಯುದ್ಧ ಕೊರಿಯಟ್ಟೆ ಪ್ರಾರ್ಥಿಕ. ಅದಕ್ಕೆ ಯುದ್ಧ ಕಮ್ಮಿ ಆಗ್ಲಿ ಅಂತ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುವ. ಹೌದು, ಕರೆಕ್ಟು. ಮತ್ತು ಯಾವುದಂತ ಇವತ್ತು ಗೋಲ್ಡ್ ರೇಟು 1,20,640 ಒಂದು ಪವನಿಗೆ ಮತ್ತು 1 ಗ್ರಾಮಕ್ಕೆ 15,080 അൽവാ? ಹೌದು, 15,080 ഒരു ഗ്രാമിനും 1,20,640 ഒരു പവനാണ് ഇന്നത്തെ റേറ്റ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരാനുള്ള കാരണം, ഗോൾഡിൻ്റെ റേറ്റ് കുറയാനുള്ള കാരണം യുദ്ധം കുറച്ച് സാധായി എന്നാണ് അർത്ഥം. ഇനും കുറയട്ടെ. സാധാരണക്കാരിൽ കൂടുതലും നമ്മളിവിടെ ജീവിക്കുന്നുള്ളത് ദുബൈൻ്റെ പൈസയിലും അബുദാബിൻ്റെ പൈസയിലും സൗദിൻ്റെ പൈസയിലും മറ്റ് GCC കൺട്രിയിലെ പൈസ കൊണ്ടാണ് അല്ലേ? അവിടെ നിന്ന് വരുന്ന പൈസയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ അത് നമ്മുടെ നാടിനെ ബാധിക്കും എന്ന് കരുതി യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അവിടെ യുദ്ധം കാര്യം വരാണ്ട് നല്ലതിൽ പോകേണ്ടത് നമ്മളെ എല്ലാവരും കടമയാണ്. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ಹೌದು, ಕರೆಕ್ಟು. ಮತ್ತು ಎಂದು ರಾವಿಲೆ ಎಣಿച്ച ಪಾಡന്നെ ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ തന്നെ ഈ യുദ്ധം അത് ഇതെല്ലാം പിന്നെ ഒരു മാനസികമായിട്ട് നമുക്കൊരു ഫീലിംഗ് ആണ്, ടെൻഷൻ. ಹೌದು, ಕರೆಕ್ಟು. പേപ്പർ നോക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അപ്പോൾ അത് ആ ഒരു അതിൽ നിന്ന് മാറണം നമുക്ക്. എന്തായാലും എപ്പോഴും യുദ്ധവും കാര്യമൊന്നും നമുക്ക് ഒരിക്കലും നല്ലതല്ല അല്ലേ? നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിൻ്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ നാട്ടിൽ എനിക്കൊരു ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു തരുന്നത്. സ്റ്റോറീൻ്റെ ആൾ ഞാൻ ഇപ്പോൾ ഒരു ലിറ്റിൽ സ്റ്റോറി. ഓക്കെ, ഞാൻ മലയാളത്തിൽ പറയാം, നീ അത് കന്നഡയിൽ പോയി പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ നാട്ടിൽ പിന്നെ ഒരു ആജിക്കുണ്ടായിരുന്നു. ആജിക്കാൻ്റെ അടുത്തേക്ക് പിന്നെ നമ്മളൊരു രാമകൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ആൾ പോകുന്നുണ്ട്. പറയുന്നത്, രാമകൃഷ്ണേട്ടന് ആജിക്ക എനിക്ക് മലക്ക് പോകണം, ശബരിമലക്ക് പോകണം. ഞങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല ചെല്ലുന്നത് പിന്നെ നമ്മൾ അജ്ജിന് പോകുന്ന പോലെ തന്നെയാണ് ഹിന്ദുക്കൾക്ക്. ഓക്കെ, അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു. ഓക്കെ, ശബരിമലക്ക് പോകണം. അങ്ങനെ ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് പുള്ളീൻ്റെ കാശിലാണെങ്കിലും ആജിക്കാൻ്റെ അടുത്ത് പോയി ആജിക്ക പറഞ്ഞു, നീ പോയിക്കോ, പൈസ നിങ്ങൾക്ക് തിരിച്ചിട്ട് വേണ്ട, അല്ല ആജിക്ക് പൈസ കൊടുക്കുന്നു, നീ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലായല്ലേ? അതുപോലെ നമ്മളവിടെ ഒരു മാഷുണ്ടായിരുന്നു. മാഷിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് കൃഷ്ണൻകുട്ടി മാഷ്, അങ്ങനെ തോന്നുന്നു. ഓക്കെ, മാസ്റ്റർ ഇവിടെ മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ആൾക്ക് ഉംറക്ക് പൈസ എല്ലാം കൊടുത്തു. ഉംറ ചെല്ലെങ്കിൽ പിടിയായില്ല മക്കത്ത് പോകുന്നത്. ഉംറക്ക് പൈസ എല്ലാം കൊടുത്ത് പുള്ളിക്ക് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ചിലവിന് മാത്രം കുറച്ചൊരു 10,000 രൂപീസിൻ്റെ ഷോർട്ട് ഉണ്ട്. ഓക്കെ, കമ്മിയുണ്ട്. അപ്പോൾ പുള്ളി എന്താക്കുന്നത്, പുള്ളീൻ്റെ അടുത്തേക്ക് പോയിട്ട് മാസ്റ്ററോട് പറയുന്നത്, ഇങ്ങനെ 10,000 കുറവുണ്ട്, വന്നിട്ട് നമുക്ക് ശരിയാക്കാം, അത് പൈസ ശരിയായിട്ടാ. അപ്പോൾ പറയും, നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടു തരട്ടില്ല, എന്താ വീട്ടിലേക്ക് വന്നേ മാസ്റ്റർ പറയുന്നത്. എൻ്റെ പുള്ളിക്ക് കാശ് കൊടുക്കുന്നത്. അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി പിന്നെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് നമ്മൾ പോകുന്നുള്ളത്. അങ്ങനെ പോകുന്നുള്ളൊരു സമൂഹമാണ് അല്ലേ? അതാണ് എപ്പോഴും നമുക്ക് എപ്പോഴും വേണ്ടത് എന്നാണ് നമുക്ക് ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊന്ന് കന്നഡയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ಅಂದರೆ ಒಬ್ಬರು ಶಬರಿಮಲೆಗೆ ಅಂತ ಹೊರಟಿರ್ತಾರೆ. ಅವರಿಗೆ ಸ್ವಲ್ಪ ಅಮೌಂಟ್ ಕಮ್ಮಿ ಇರ್ತದೆ ಶಬರಿಮಲೆಗೆ ಹೋಗ್ಲಿಕ್ಕೆ. ಆವಾಗ ಹೋಗಿ ಅವ್ರ ಮಾಸ್ಟರ್ ಹತ್ರ ಕೇಳ್ತಾರೆ. ಹೌದು, ಹಾಜಿಕಾರನ ಹತ್ರ ಹೇಳ್ತಾರೆ, ನನಗೆ ಸ್ವಲ್ಪ ಅಮೌಂಟ್ ಸ್ವಲ್ಪ ಕಮ್ಮಿ ಉಂಟು, ನನಗೆ ಸ್ವಲ್ಪ ಕೊಡ್ತೀರಾ ಅಂತ. ಅದಕ್ಕೆ ಅವರು ಹೇಳ್ತಾರೆ, ಇದು ಅಮೌಂಟ್ ಕೊಡ್ತೇನೆ, ರಿಟರ್ನ್ ಕೊಡೋದು ಬೇಡ, ನಿಮಗೆ ಅಲ್ಲಿ ಹೋಗಿದ್ರೆ ಶಬರಿಮಲೆಗೆ ಹೋಗಿ ಸ್ವಲ್ಪ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಸಾಕಂತ ಅವ್ರು ಹೇಳ್ತಾರೆ. ಅದೇ ಹಾಗೆ ನೆಕ್ಸ್ಟ್ ಮಾಸ್ಟರ್ ಇರ್ತಾರೆ. ಹೌದು, ಮಾಸ್ಟರ್ ಇರ್ತಾರೆ. ಮಾಸ್ಟರ್ ಹೌದು, ಮಾಸ್ಟರ್ ಅವರ ಹತ್ರ ಹೋಗಿ ಕೇಳ್ತಾರೆ, ನಂಗೆ ಮೆಕ್ಕಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಹಣ ಇಲ್ಲ, ಸೆಲವಿಗೆ ಪೈಸೆ ಇಲ್ಲ. ಅದಕ್ಕೆ ಅವರು ಹೇಳ್ತಾರೆ, ನೀವು ಯಾಕೆ ಮನೆ ತನಕ ಬಂದದ್ದು, ಒಂದು ಫೋನ್ ಮಾಡಿದ್ರೆ ಸಾಕಲ್ಲ, ನಾನೇ ತಂದು ಮನೆಗೆ ತಂದು ಕೊಡ್ತಿದ್ದೆ ಅಂತ ಅವರು ಹೇಳುದು. ಅದಕ್ಕೇನೆ ಇವರು ಹೇಳುದು ಸ್ಟೋರಿದು ಅಂದ್ರೆ ಅರ್ಥ. ಆದ್ರೆ ಎಲ್ಲರೂ ಒಂದೇ ಬ್ರದರ್ಸ್ ಅಂಡ್ ಸಿಸ್ಟರ್ ತರ, ಎಲ್ಲರೂ ಒಂದೇ ಅಮ್ಮ ಇದು ತಾಯಿ ಮಕ್ಕಳು ಒಂದೇ ಅಮ್ಮನ ಮಕ್ಕಳಾಗಿ ಇರುವ ಅಂತ ಹೇಳುದು. കറക്റ്റ്. ഓക്കെ, അപ്പോൾ കന്നഡ മലയാളം അല്ലെങ്കിൽ പിടിയായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. എന്തായാലും നമുക്ക് കുറേ സ്റ്റോറിയിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ കുറേ സ്റ്റോറി കേൾക്കുമ്പോൾ ചിരിയല്ലേ വരും അല്ലേ? പിന്നെ നിങ്ങൾ ചിരിച്ചോ? നിങ്ങൾ ചിരിയാണ് നമുക്ക് സന്തോഷം അല്ലേ?
ഞാനൊരു ചിരിൻ്റെ ഒരു കഥ പറഞ്ഞുതരാം എനിക്ക്. ഒരു ചിരിൻ്റെ ഒരു കഥ. ഞാൻ എൻ്റെ നാട്ടിൽ വലിയൊരു ഫംഗ്ഷന് പോകുന്നത്. ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ആകെ ഒരു 2 months 3 months ആയിട്ടില്ലേ, 7 years back 3 months ആയിട്ടുള്ളൂ. ആ ടൈമിൽ പിന്നെ ദിവിഷേട്ടാ വാ, ദിവിഷേട്ടൻ, ഇത് നമ്മളെ മാനേജർ ദിവിഷേട്ടന് കൂടി പരിചയപ്പെടുത്തും. എന്തായാലും ദിവിഷേട്ടാ, ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. കേട്ടല്ലേ, പറയുന്നത് കേട്ടില്ലല്ലോ. ഒരു വീഡിയോ എടുത്തിട്ട് ഒരു 2 months 3 months ആയിട്ടുള്ളൂ. ആ ടൈമിൽ പിന്നെ വലിയൊരു ഫംഗ്ഷൻ, എൻ്റെ ഫാമിലിയിൽ വല്ല ആൾക്കാരെല്ലാം കൂടുന്നൊരു ഫംഗ്ഷൻ. അപ്പം ഞാനും നമ്മളെ ഭരതേട്ടന് പാർട്ട്ണർ കാസർഗോഡ് 2 ആൾ പോകുന്നത്. ആ ഫംഗ്ഷന് തീരാനാകുമ്പോൾ ഞങ്ങൾ എത്തുന്നത്. എന്താ പറഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങൾ ഷോപ്പ് ബന്ധാക്കിയിട്ട് പോകേണ്ടതാണ് രാത്രി. അപ്പോൾ ഫുൾ ആൾക്കാരുണ്ട്. ഫംഗ്ഷൻ തീരാനാകുമ്പോൾ ഫുൾ ആൾക്കാരുണ്ടല്ലോ. സ്റ്റാർട്ടിങ് പോകുന്ന ആൾക്കാർ പകുതി ഉണ്ടാവും, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനും ഇയാളും ഇങ്ങനെ ഉള്ളിൽ കയറുന്നു, ഡോർ തുറന്ന് ഉള്ളിൽ കയറുന്നു. ഒരു ഹാളിലാണ് പരിപാടി, എസ് ഹാൾ. ആ ഉള്ളിൽ കയറുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കാണുന്നു. അപ്പോൾ അത് നിന്നെ കാണാതെ കുറേ ആയിപ്പോയല്ലോ, അങ്ങനെ കുറേ ആൾ പറയുന്നത്. അപ്പോൾ അതിൽ ഒരാൾ പറയുന്നത്, നിന്നെ കൊണ്ട് ഞാൻ എപ്പോഴും ചിരിക്കലുണ്ട്, നീ വീഡിയോ ഇടണം എപ്പോഴും, നല്ല മജയുണ്ട്, ഞങ്ങൾ ചിരിക്കലുണ്ട് നേരം. അപ്പോൾ ഇങ്ങനെ ചിരിക്കലുണ്ട് എന്ന് ഞങ്ങൾ കളിയാക്കിയിട്ട് തന്നെ പറയുന്നതാണ്. അപ്പോൾ എനിക്ക് ആകെ മാനസികമായിട്ട് ഇങ്ങനെ മൂടെല്ലാം എൻ്റെ ചെറുതായി. ആക്ച്വലി എനിക്ക് ഇങ്ങനെ മെൻ്റലി എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അവൻ്റെ മുകളിൽ പെട്ടെന്ന് ഫേസിൽ മനസ്സിലാവും. അങ്ങനെ ഫേസിൽ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ടെൻഷനായി. അപ്പം ഞാനത് കാണിച്ചില്ല. എൻ്റെ ചിരി കൊണ്ട് നീ ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആടാര് ജയിച്ചത്? ഞാൻ ജയിച്ചില്ലേ? കാരണം അവന് ചെല്ലില്ല, അത്ര വലിയ ഹൈ ലെവലിലുള്ള ആൾ, എത്രയോ വർക്ക് നടക്കുന്ന ആൾ. അവനക്ക് ടെൻഷൻ ആവുന്ന സമയത്ത് ഞാൻ കാറിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കിയിട്ട് നോക്കും. എൻ്റെ അപ്പോൾ നല്ല ചിരി വരും, കുറച്ച് സമാധാനം കിട്ടുമെന്ന് പറയുമ്പോൾ അവിടെ ഞാനാണ് ജയിച്ചത് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് അവിടെ ജയിച്ചത്. ഞാൻ കാരണം നീ ചിരിക്കുന്നുണ്ടാ, അത് എൻ്റെ കഴിവാണ് അല്ലേ? നിൻ്റെ കോടികളുണ്ടായിട്ട് അതിൽ കാര്യമില്ല, എൻ്റെ ഒരു ചിരിയാണ് അവിടെ വിജയിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ, സീരിയസ്ലി സന്തോഷമുള്ളൂ. ഞങ്ങൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ಓಕೆ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കളക്ഷನ್ಸ್ಲಿಗೆ ಹೋಗಾം. ಅಡ್ಡಿಪೊಳಿ ಕಲೆಕ್ಷನ್ಸ್, ವೆರೈಟಿ ಸಾಧನ. ಈ ವೆರೈಟಿ ತುಂಬ ಚೆನ್ನಾಗಿದೆ, ಒಳ್ಳೆ ಡಿಸೈನು ಅಲ್ವಾ? ಒಳ್ಳೆ ಡಿಸೈನ್. ಯಾವುದು ಇದು ಐಟಮ್ಸ್ ಸಾಧನ? ಇದು ಆಂಟಿಕ್ ರಿಂಗ್ಸ್, ಆಂಟಿಕ್ ಇಂದ ರಿಂಗ್ಸ್. ವೆರೈಟೀಸ್ ಆಫ್ ಕಲೆಕ್ಷನ್ಸ್ ಬಂದಿದೆ. ಫಂಕ್ಷನ್ ಗೆಲ್ಲ ಒಳ್ಳೆ ಕಾಣ್ತದೆ ನೋಡಿ. 2 grams ಇದೆ, 3 grams ಇದೆ, 4 ಇದೆ. ಒಳ್ಳೆ ವೆರೈಟೀಸ್ ಆಫ್ ಕಲೆಕ್ಷನ್ಸ್ ನೋಡಿ. ಅಂತೆ ಇದು ಹೀಗೆ ಹಾಕುವಾಗ ಕೂಡ ಒಳ್ಳೆ ಕಾಣ್ತದೆ ನೋಡಿ. ಹೌದು, ಫಂಕ್ಷನ್ನಿಗೆಲ್ಲ ನೋಡಿ. ಇದು 2 ಗ್ರಾಮ್ ಆಗೇನೇ ಇಲ್ಲ ನೋಡಿ, ಅಂದರೆ ಒಂದು 3 ಗ್ರಾಮ್ ಆಗಿ ಉಂಟು. ಮಾತ್ರ ವೆಯ್ಟ್ ಮಾತ್ರ 2 ಗ್ರಾಮ್ ನೋಡಿ. ಒಳ್ಳೆ ಕಾಣ್ತದೆ ನೋಡ್ಲಿಕ್ಕೆ, ಒಳ್ಳೆ ಲುಕ್ ಕೂಡ ಉಂಟು. ಪಿಂಕ್ ಕಲರ್ ಸ್ಟೋನ್ಸ್ ಎಲ್ಲ ಬಂದು. ಹೌದು. ನೆಕ್ಸ್ಟ್ ಇದು ನೋಡಿ ಅಂತೆ. ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ ಸಾಧನ ಅದು? ಇದು ಖಾಲಿ 3 ಗ್ರಾಮ್. ನಿಮ್ಮ ಬೆರಳ ಹತ್ರ ಒಂದು ತೋರಿಸಿ ನೋಡಿ. ಬರೋ 3 ಗ್ರಾಮ್ ಮಾತ್ರ ಉಳ್ಳದು. പക്ഷെ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ, ಒಳ್ಳೆ ಡಿಸೈನ್ ಅಲ್ವಾ? ತುಂಬಾ ಒಳ್ಳೆ ಡಿಸೈನ್ ನೋಡಿ ಅಂತೆ. ಇದು ನೋಡುವಾಗ ತುಂಬಾ ಅಬ್ಬರಾಗಿ ಕಾಣ್ತದೆ. ಹೌದು, കാണാൻ നല്ല ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. ഓക്കെ, ನೆಕ್ಸ್ಟ್ ಇದೊಂದು ഒരു ಗ್ರೀನ್ ಸ್ಟೋನ್ ಉಂಟല്ലോ, ಇದು ನೋಡಿ. ಇದು ನನ್ನ ತುಂಬಾ ಫೇವರೇಟ್ ರಿಂಗ್ ನೋಡಿ ಅಂತೆ. ಖಾಲಿ 2.660 ಗ್ರಾಮ್ ಇರೋದು. 2 ಗ್ರಾಮ್ 660 ಮಿಲಿ ಅದೇ ನೋಡಿ ಅಂತೆ, ಒಳ್ಳೆ ಕಾಣ್ತದೆ. ಹೌದು, ಕರೆಕ್ಟ್. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಡಿಸೈನ್, ತುಂಬಾ ಡಿಸೈನ್ ಚೆನ್ನಾಗಿದೆ. ಮತ್ತೆ ಇಲ್ಲಿ ನೋಡಿ ತುಂಬಾ ಒಳ್ಳೊಳ್ಳೆ ಡಿಸೈನ್ಸ್ ಇದೆ. ಇದೆಷ್ಟು ಗ್ರಾಮ್ ಇದೆಯಾ? ಯಾವುದು ಸರ್? ಇದಲ್ಲ, ಇದು ನೋಡಿ ಖಾಲಿ 3 ಗ್ರಾಮ್. 3 ಗ್ರಾಮ್ ಅಲ್ವಾ? 3 ಗ್ರಾಮ್ ನೋಡಿ. ಇಷ್ಟು ಒಳ್ಳೆ ಕಾಣ್ತದೆ ನೋಡಿ ಅಂತೆ. 3 ಗ್ರಾಮ್ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಅಲ್ವಾ ಅದು? ಹೌದೌದು ನೋಡಿ ಅಂತೆ. ಡಿಸೈನ್ ಎಲ್ಲ ನೋಡಿ ಅಂತೆ. ಕಮ್ಮಿ ಸ್ಟೋನ್, ಗೋಲ್ಡ್ ಜಾಸ್ತಿ ಉಂಟು. ಕೆಲವರಿಗೆಲ್ಲ ಕಮ್ಮಿ ಸ್ಟೋನ್ಸ್ ಕೇಳುವವರಿಗೆಲ್ಲ ಇದು ಒಳ್ಳೇದು. ಹೌದು, ಕರೆಕ್ಟ್. ಮತ್ತೆ ಇದುವಾ ನೋಡಿ. ಇದು ಡಿಸೈನ್ ಮಾತ್ರ ಅಡಿಪೊಳಿ ಉಂಟು. ಸಖತ್ತಾಗಿದೆ ಡಿಸೈನು. ಹೌದು, ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ನೋಡಿ ಅಂತ. ಹೌದು, ಕರೆಕ್ಟ್. ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ ಅದು? ಇದು ಖಾಲಿ 3.650 ಗ್ರಾಮ್. ಹೌದಾ? ಅಂತೆ 3 ಗ್ರಾಮ್ ಎಷ್ಟು ದೊಡ್ಡದು ಕಾಣ್ತದೆ. ಹೌದು, ಕರೆಕ್ಟ್. ಮತ್ತೆ ಇದು ಆಯ್ತು. ತೋರಿಸ್ತೆ ಅದು? ಇದು ತೋರಿಸಿ. ಮತ್ತೆ ಇದು ನೆಕ್ಸ್ಟ್ ಇದು ನೋಡಿ ಅಂತೆ. ವೈಟ್ ಸ್ಟೋನ್ ಬಂದು ಎಷ್ಟು ಕ್ಯೂಟ್ ಆಗಿ ಕಾಣ್ತದೆ ಅಂತ ನೋಡಿ ಅಂತೆ. ಫಿನಿಶಿಂಗ್ ಎಲ್ಲ ಒಳ್ಳೆ ಉಂಟು ನಿಮಗೆ. ಖಾಲಿ ಇದು 3.730 ಗ್ರಾಮ್ ನೋಡಿ. ಇಷ್ಟು ಒಳ್ಳೆ ಕಾಣ್ತದೆ. ಫಂಕ್ಷನ್ಗೆಲ್ಲ ಖಾಲಿ ಒಂದೇ ರಿಂಗ್ ಹಾಕಿದ್ರೆ ಸಾಕು, ತುಂಬಾ ಒಳ್ಳೆ ಕಾಣ್ತದೆ. ಕರೆಕ್ಟ್. ಮತ್ತೆ ಇದೊಂದು ತುಂಬಾ ಚೆನ್ನಾಗಿದೆ, ಒಳ್ಳೆ ಒಂದು ದೊಡ್ಡ ರಿಂಗು. ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ ಅದು? ಇದೆಷ್ಟು ಗೊತ್ತುಂಟಾ?
ಖಾಲಿ 6.430. ಹೌದಾ, ಒಂದು 8 ಗ್ರಾಮಲ್ಲಿ ಹೌದು. ಒಂದು ಪವನಾಗೆ ಕಾಣ್ತದೆ ನೋಡಿ ಅಂತೆ. ಎಷ್ಟು ಒಳ್ಳೆ ಕಾಣ್ತದೆ ಡಿಸೈನ್ ನೋಡಿ ಅಂತೆ. ಒಳ್ಳೆ ಫಿನಿಶಿಂಗ್ ಕೂಡ ಒಳ್ಳೆ ಉಂಟು ನೋಡಿ ಅಂತೆ. ಕರೆಕ್ಟ್. ಖಾಲಿ 6 ಗ್ರಾಮ್ ಮಾತ್ರ, ನೋಡುವಾಗ 8 ಗ್ರಾಮ್ ಆಗಿ ಉಂಟು, ಮಾತ್ರ ಖಾಲಿ 6 ಗ್ರಾಮ್ ಇರೋದು. കാണുമ്പോൾ 6 ഗ്രാം പോലെ ഇല്ല, 8 ഗ്രാം പോലെ ഉണ്ട്, പക്ഷെ 6 ഗ്രാം ആണ് ಇದುള്ളത്. ಅದೇ ಇದು ನೋಡಿ ಅಂತೆ. ಇದರಲ್ಲಿ ಉಂಟಲ್ಲ, ಯಾರಿಗೆ ಸ್ಟೋನ್ ಬೇಡ ಅಂತ ಹೇಳ್ತಾರಲ್ಲ, ಕೆಲವು ಕಸ್ಟಮರ್ ಬಂದು ಕೇಳ್ತಾರೆ ಸ್ಟೋನ್ ಬೇಡ, ಅವರಿಗೆಲ್ಲ ಈ ರಿಂಗ್ ಉಂಟಲ್ಲ ನೋಡಿ ಅಂತ. ಒಳ್ಳೆ ಕಾಣ್ತದೆ. ಸ್ಟೋನ್ ಇಲ್ಲ ನೋಡಿ, ಹೌದು, ಎಷ್ಟು ಒಳ್ಳೆ ಕಾಣ್ತದೆ. ಹೌದು, ಫಂಕ್ಷನ್ಗೆಲ್ಲ ಒಳ್ಳೆ ಕಾಣ್ತದೆ ಹಾಕಿದ್ರೆ ಅಲ್ಲ. ಗ್ರಾಮ್ ಎಷ್ಟು ಇದೆ ಅದು? ಇದು ನೋಡುವಾಗ ಅಂದ್ರೆ ತುಂಬಾ ಅಬ್ಬರ ಕಾಣ್ತದೆ, 1.5 ಪವನ್ ಆಗಿ ಎಲ್ಲ ಕಾಣ್ತದಲ್ಲ. ಖಾಲಿ 9.9 ಗ್ರಾಮ್. 9 ಗ್ರಾಮ್ 2 ಪವನ್ പോലെ ഉണ്ട്, പക്ഷേ 9 ഗ്രാം ഇത് തൂക്കമുള്ളൂ. ಹೌದು, ಖಾಲಿ 9 ಗ್ರಾಮ್ ಇರೋದು. 9 ಗ್ರಾಮ್ ഉണ്ട്. പിന്നെ ഇത്രയുള്ള റിംഗിലുണ്ടല്ലോ, ತುಂಬ ರಿಂಗ್ ಇಲ್ಲಿದೆ. ಹೌದು, ಇಲ್ಲಿ ನಂಗೆ ಇಷ್ಟമായ ಒಂದು ರಿಂಗ್ ಇದೆ. ಯಾವುದಂತ ನಿಮಗೆ ಬುಡಿ ಉಂಟಾ, ಗೊತ್ತುಂಟಾ? ಇದರಲ್ಲಿ ಹಾ, ನಮಗಿಷ್ಟ ಆಯ್ತು. ಮೇ ಬಿ ಇದು. ಹೌದು, ಕರೆಕ್ಟ್. ವೆರಿ ಗುಡ್, ವೆರಿ ಗುಡ್. ಒಳ್ಳೆ ಇದೆ ಅಲ್ವಾ ಅದು? ಹೌದು, ಇದು ನೋಡ್ಲಿಕ್ಕೆ ಒಳ್ಳೆ ಉಂಟು. ಅಂದ್ರೆ ಪಿಂಕ್ ಸ್ಟೋನ್ ಮತ್ತೆ ವೈಟ್ ಸ್ಟೋನ್ಸ್ ಮತ್ತೆ ಗ್ರೀನ್, ಅಂದ್ರೆ ಇದು ಎಲ್ಲ ಸ್ಯಾರಿಗೆ ಕೂಡ ಮ್ಯಾಚ್ ಆಗ್ತದೆ. ಹೌದು ಹೌದು. ಫಸ್ಟ್ ನೋಡಿ ಅಂತೆ. ನಿಮಗೆ ಇಷ್ಟಪಟ್ಟ ಕಲರ್ ಅಲ್ಲ ಗ್ರೀನ್ ಅಲ್ಲ? ಅಂದ್ರೆ ಎಲ್ಲರಂದ್ರೆ ಇದು ಗ್ರೀನ್ ಸ್ಟೋನ್ ಅಂದ್ರೆ ಎಲ್ಲ ಸಾರಿಗೆ ಕೂಡ ನಿಮ್ಗೆ ಮ್ಯಾಚ್ ಆಗ್ತದೆ. ಹೌದು ಹೌದು ಹೌದು. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಅದು. ತುಂಬಾ ಒಳ್ಳೆ ಉಂಟು ನೋಡಿ ಅಂತೆ. ಡಿಸೈನ್ ನೋಡಿ ಅಂತೆ, ಫ್ಲವರ್ ಡಿಸೈನ್ ಎಲ್ಲ ತುಂಬಾ ಫಿನಿಶಿಂಗ್ ಎಲ್ಲ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಹೌದು. ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ ಅದು? ಇದು ಖಾಲಿ 9 ಗ್ರಾಮ. ಹೌದು, ದೊಡ್ಡ ರಿಂಗ್. ಹೌದು, ಇಷ್ಟು ದೊಡ್ಡ ರಿಂಗ್ ನೋಡಿ ಅಂತೆ. ಖಾಲಿ 9 ഗ്രാം ഉള്ളത്. ഇത് ആക്ച്വലി 16 ഗ്രാം പോലെ കാണുന്നുണ്ട്, പക്ഷെ 9 ഗ്രാം ഇതുള്ളൂ. നല്ല ഉണ്ട്, നല്ല അടിപൊളി സാധനം അല്ലേ? ಒಳ್ಳೆ ಕಾಣ್ತದೆ. ಹೌದು, ಕರೆಕ್ಟ್ ಕರೆಕ್ಟ್. ನೆಕ್ಸ್ಟ್ ನೋಡಿ ಅಂತೆ, ಕೆಲವರಿಗೆ ತುಂಬಾ ಸ್ಟೋನ್ಸ್ ರಿಂಗ್ ಬೇಕಂತ ಕೇಳ್ತಾರೆ. ಹೌದು, ಅವರಿಗೆ ಈ ಕಲೆಕ್ಷನ್ ನೋಡಿ ಅಂತೆ. ಕೆಲವರಿಗೆ ಉಂಟಲ್ಲ ಸ್ಟೋನ್ಸ್ ಎಲ್ಲ, ಹೌದೌದು, ಅವರಿಗೆ ನೋಡಿ ಅಂತೆ. ಸ್ಟೋನ್ ಅಂದ್ರೆ ತುಂಬಾ ಲುಕ್ ಕಾಣ್ತದೆ ನಿಮ್ಗೆ. ಸ್ಟೋನ್ ಇದ್ರೆ ಮಾತ್ರ ಲುಕ್ ನೋಡಿ ಅಂತೆ. ಇಷ್ಟು ಒಳ್ಳೆ ಕಾಣ್ತದೆ. ಎಷ್ಟು ಗ್ರಾಮ್ ಇದೆ ಅದು? ಇದರಲ್ಲಿ ನೋಡುವಾಗ ತುಂಬಾ ದೊಡ್ಡದಾಗಿ ಕಾಣ್ತದೆ. ಖಾಲಿ 13.929 ಗ್ರಾಮ್. ಹೌದಾ? ಹೌದು, 13 ಗ್ರಾಮ್ ನೋಡಿ. 9 ಗ್ರಾಮ್ ಸ್ಟೋನ್ ವಿತ್ ಅಲ್ಲ, ವಿತ್ ನಾನು ವಿತ್ ಸ್ಟೋನ್ ಹೇಳಿದ್ದು, ಅವರು ವಿದೌಟ್. ವಿತೌಟ್ ಸ್ಟೋನ್ 9 ಗ್ರಾಮ್. ಓಕೆ, ಇದು ವಿತೌಟ್ ಗ್ರಾಮ್, ವಿತೌಟ್ ಸ್ಟೋನ್ 8 ಗ್ರಾಮ್. ಹೌದು, 8 ಗ್ರಾಮ್. 8 ಗ್ರಾಮ್ ಇದು. ಓಕೆ, ಇದು ಹೇಳಿ. ಇದು ನೋಡಿ ಅಂತೆ, ಇದು ಕೂಡ ಒಳ್ಳೆ ಕಾಣ್ತದೆ ನೋಡಿ ಅಂತೆ. ಇದರಲ್ಲಿ ರೂಬಿ ಬಂದಿದೆ, ಮತ್ತೆ ಗ್ರೀನ್ ಸ್ಟೋನ್ ಬಂದಿದೆ, ವೈಟ್ ಸ್ಟೋನ್ ಬಂದಿದೆ. ಇದು ಚೂಡಿಗೆಲ್ಲ ಹಾಕ್ಲಿಕ್ಕೆ ಒಳ್ಳೆ ಕಾಣ್ತದೆ ನಿಮಗೆ. ಕರೆಕ್ಟ್. ಎಷ್ಟು ಗ್ರಾಮ್ ಅದು? ಇದು ಖಾಲಿ ವಿತೌಟ್ ಸ್ಟೋನ್ ನಿಮಗೆ 11.388 ಗ್ರಾಮ್. 11 ಗ್ರಾಮ್ ಅಲ್ವಾ? ಹೌದು, 11 ಗ್ರಾಮ್. ಒಳ್ಳೆ ಇದು. ಹೌದು, ಒಳ್ಳೆ ಡಿಸೈನ್ ನೋಡಿ ಅಂತೆ. ಅಪ್ಪ, ಇವತ್ತು ನಮ್ಮ ಡಿಸೈನು ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಒಳ್ಳೆ ಡಿಸೈನು, ಒಳ್ಳೆ ಕಾಣಿಕೆ ಉಳ್ಳ ಡಿಸೈನ್ ಅಲ್ವಾ? ಹೌದು, വെറൈറ്റി 2 ഗ്രാം മുതൽ 2 ഗ്രാം തൊട്ട് എത്ര വരെയുള്ള 11 ഗ്രാം ഉള്ള ഡിസൈൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ആക്കുക. ഇങ്ങനെയുള്ള വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ വരാം. അപ്പോൾ നമ്മ മംഗളൂರು ನಿಮ್ಮ ಆ್ಯಂಡಿ ಗೋಲ್ಡ್.